പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാരൂപിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം 1 സാമുവൽ 12 അധ്യായം 20 മുതലുള്ള വാക്യങ്ങളാണ്. നിങ്ങൾ ഈ തിന്മകളെല്ലാം ചെയ്തു, എന്നാലും കർത്താവിനെ അനുഗമിക്കുന്നതിൽ നിന്ന് പിന്മാറരുത്. പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ സേവിക്കുവിൻ. നിങ്ങൾക്ക് ഉപകരിക്കാത്തതും നിങ്ങളെ രക്ഷിക്കാൻ കഴിവില്ലാത്തതുമായ കാര്യങ്ങളിലേക്ക് നിങ്ങൾ തിരിയരുത്. അവ വ്യർത്ഥമാണ്. തൻ്റെ ഉത്കൃഷ്ട നാമത്തെ പ്രതി കർത്താവ് തൻ്റെ ജനത്തെ പരിത്യജിക്കുകയില്ല. വീണ്ടും പറയുന്നു, 24 വാക്യം മുതൽ, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും വിശ്വസ്തയോടും കൂടെ കർത്താവിനെ സേവിക്കുവിൻ. അവിടുന്ന് നിങ്ങൾക്ക് ചെയ്ത മഹാകാര്യങ്ങൾ സ്മരിക്കുവിൻ. ദൈവവചനമാണ് നമ്മൾ കേട്ടത്. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ സ്തോത്രം. പാപം ചെയ്യാത്തതായി ഭൂമിയിൽ ആരുമില്ല. മനുഷ്യരെല്ലാം പാപം ചെയ്തിട്ടുണ്ട്, പാപം ചെയ്തുകൊണ്ടിരിക്കുന്നു, വീണ്ടും പാപം ചെയ്യും. പക്ഷേ പാപം ചെയ്തു കഴിഞ്ഞ് കർത്താവിൽ നിന്ന് അകന്നു പോകുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. കർത്താവിനെ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഒരു മനുഷ്യപുത്രൻ എന്നൊക്കെ പറഞ്ഞ് ഒരു മനുഷ്യൻ്റെ ലെവലിൽ തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. ഈ ആകാശവും ഭൂമിയും അതിലുള്ള സർവവും സൃഷ്ടിച്ചവനാണ് നമ്മുടെ കർത്താവ്. കർത്താവുമൊക്കെ ആയിട്ട് ഈക്വേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആരാണ്? ഈ ഭൂമിയിൽ നമ്മൾ എന്താണ്? ഒരു മണൽത്തരി പോലെയല്ലേ ഉള്ളൂ നമ്മളൊക്കെ. അപ്പോൾ നമുക്ക് വീഴ്ചകൾ പറ്റാം. കർത്താവ് കരുണാമയനാണ്. കരുണാമയനായ കർത്താവിന് നമ്മുടെ ബലഹീനതകൾ നന്നായി അറിയാം. നമ്മൾ എത്രത്തോളം ഉണ്ടെന്നൊക്കെ കർത്താവിന് ശരിയായി അറിയാം. പക്ഷെ നമ്മുടെ പക്ഷത്തു നിന്ന് വേണ്ടത് ആത്മാർത്ഥമായ പശ്ചാത്താപവും വീണെടുത്ത് നിന്ന് വീണ്ടും എണീക്കുവാനുള്ള ഒരു ഇതിനിടയ്ക്ക് ഒരു ബ്രേക്ക് വന്നു. അപ്പോൾ അത് എങ്ങനെ നമ്മുടെ റെക്കോർഡിങ്ങിനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്ന അറിയില്ല. നമ്മൾ പറഞ്ഞു വന്നത്, മനുഷ്യരെല്ലാവരും പാപം ചെയ്യുന്നു. നമ്മൾ പാപത്തിൽ വീണു പോയാൽ അവിടെ കിടന്ന് ഉരുളരുത്. എണീറ്റ് വീണ്ടും കർത്താവിലേക്ക് തിരിയുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കർത്താവ് കരുണാമയനാണ്. അപ്പോൾ മനസ്സുരുകി പശ്ചാത്തപിക്കുന്നവനെയാണ് കർത്താവിനിഷ്ടം. എളിമയുള്ളവരെയാണ് കർത്താവിനിഷ്ടം. നമ്മൾ കർത്താവിൽ പൂർണ്ണമായി ശരണം വയ്ക്കുമ്പോൾ, അതായത് നമ്മുടെ പാപങ്ങളോട് പടവെട്ടാൻ പോലും ത്രാണിയില്ലാതെ നമ്മൾ കർത്താവിങ്കിൽ ആശ്രയിക്കുമ്പോൾ, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. കർത്താവ് നമ്മളെ താങ്ങി നടത്തും. പിന്നെ ഒരു സഹോദരി പറഞ്ഞ വചന ഇതൊക്കെ ഈ വചനം ഷെയർ ചെയ്യുന്ന കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു ഒബ്സർവേഷൻ അവർ പറഞ്ഞത്, ആ സഹോദരി പറഞ്ഞ ഒരു ഒബ്സർവേഷൻ, നമ്മൾ ഈ പള്ളിയിൽ പോകുന്നവരെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോ? അവർ നല്ലവരോ ചീത്തവരോ പാപികളോ എന്തുമായിക്കോട്ടെ, സ്ഥിരമായി പള്ളിയിൽ പോയി ദിവ്യബലിയിൽ പങ്കെടുക്കുന്നവരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിന് അടിക്കടിയല്ല, അവരുടെ ജീവിതത്തിൽ ഉയർച്ച പ്രാപിക്കുന്നത് നമ്മൾക്ക് കാണുവാൻ സാധിക്കും. മക്കളൊക്കെ പഠിച്ചോ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി സമ്പാദിക്കുകയും പെട്ടെന്ന് അവർ അഭിവൃദ്ധി പ്രാപിക്കുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കും. ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്ക്. ഞാൻ പറയുന്നത് കേൾക്കണ്ട.
ദിവസവും പള്ളിയിൽ പോകുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട്. അവരെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉയർച്ചയാണ്. അതേസമയം ഞാൻ പള്ളിയിൽ പോകില്ല, ഈ സഭയിൽ ഞാൻ വിശ്വസിക്കില്ല, ധിക്കാരിയായി നടക്കുന്നവർക്ക് അവർക്ക് ഐശ്വര്യം ഉണ്ടാവുകയില്ല. ഞാൻ പറയുന്നത് കേൾക്കണ്ട. നിങ്ങൾ ചുറ്റിനും ഒന്ന് ഒന്ന് കണ്ണോടിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ അവസ്ഥ എന്ത് തന്നെ ആയിരുന്നാലും നമുക്ക് കർത്താവിലേക്ക് തിരിയാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇതിനുള്ള എളിമയും വിവേകവും എല്ലാം സർവേശ്വരൻ നമുക്ക് നൽകട്ടെ. ആമേൻ. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ഗോഡ് ബ്ലെസ്.